ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് PSCയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 2026 നമുക്ക് അതിൻ്റെ എക്സാംസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ എല്ലാവരും ഈ വീഡിയോ കാണണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് IT ബ്രാഞ്ചുകളിൽ BTech MCA MSc കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 2026 കേരള PSC 6ഓളം അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു എല്ലാ കാൻഡിഡേറ്റ്സും ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ വരുന്നത് നമുക്കതിൽ ഈ നെയിം ഓഫ് ഇതിൻ്റെ പോസ്റ്റും അതുപോലെ അതിൻ്റെ ക്വാളിഫിക്കേഷനും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളതും അതിൻ്റെ എക്സാം സ്ലോട്ട് എപ്പോൾ വരുന്നു എന്നുള്ളതും എല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന നമുക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ നമുക്ക് ഒരു 5ഓളം പോസ്റ്റുകൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡും അതുപോലെ മത്സ്യഫെഡും, അങ്ങനെ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ നമുക്ക് 5ഓളം പോസ്റ്റുകൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്? അസിസ്റ്റൻറ്റ് പ്രോഗ്രാമർ പോസ്റ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ പോസ്റ്റ് ഉണ്ട്, ഡെപ്യൂട്ടി മാനേജർ IT-ൻ്റെ പോസ്റ്റ് ഉണ്ട്, മാനേജർ IT-ൻ്റെ പോസ്റ്റ് ഉണ്ട്, അസിസ്റ്റന്റ് മാനേജർ IT പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറിൽ അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ് പബ്ലിക് സെക്ടറിൽ ടെക്നിക്കലി വർക്ക് ചെയ്തിട്ടുള്ള ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 5 പോസ്റ്റിലേക്കും ഇപ്പം ഞാൻ പറഞ്ഞ 5 പോസ്റ്റുകളിലേക്കും ആപ്ലിക്കേഷൻ ഒരുമിച്ച് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 442/2025, 460/2025, 268/2025, 609/2025, അതുപോലെ 614/2025. അപ്പോൾ ഈ പറയുന്ന 5 പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു BTech അല്ലെങ്കിൽ MCA കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 5 പോസ്റ്റിലോട്ടും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. BTech CS അല്ലെങ്കിൽ IT, അതുപോലെ MCA കഴിഞ്ഞ MCA കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 പോസ്റ്റിലോട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റും വിത്ത് 5 years എക്സ്പീരിയൻസ്. ഇപ്പോൾ അതല്ല, എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റ് ആണ്, BTech CS അല്ലെങ്കിൽ IT, അതുപോലെ MCA കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ കാൻഡിഡേറ്റ് ആണ്, എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 3 പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അസിസ്റ്റന്റ് പ്രോഗ്രാമർ, അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതുപോലെ അസിസ്റ്റന്റ് മാനേജർ IT, ഈ പറയുന്ന 3 പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് എക്സാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഈ പറയുന്ന 4 പോസ്റ്റിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. 460/2025, അതുപോലെ 268/2025, 609/2025, അതുപോലെ 614/2025. ഈ പറയുന്ന 4 പോസ്റ്റും വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് തന്നെയാണ്, മത്സ്യഫെഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 4 പോസ്റ്റിലോട്ടും നിങ്ങളിപ്പോൾ BTech CS അല്ലെങ്കിൽ IT അല്ലെങ്കിൽ MCA കഴിഞ്ഞ കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ആപ്ലിക്കേഷനും കൊടുക്കാൻ പറ്റും, 4 എക്സാമും എഴുതാനും പറ്റും. ഇപ്പോൾ നോർമലി നമുക്ക് PSCയിൽ ഇപ്പോൾ ഉള്ളൊരു കണ്ടുവരുന്നൊരു രീതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരേ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരേ പോസ്റ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ എക്സാം ആയിരിക്കും നടത്തുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഈ 4 ഇനത്തിലോട്ടും കൊടുക്കുക, ഒറ്റ എക്സാം ആയിരിക്കും കഴിയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇപ്പോൾ പറയുന്ന പോലെ ചിലപ്പോൾ വേക്കൻസീസ് ഒക്കെ കുറവായിരിക്കും, 1-2 വേക്കൻസീസ് ഒക്കെ ചിലപ്പോൾ കാണുമെന്നിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾ വിട്ട് കളയരുത്. കാരണം നമുക്ക് മുന്നേ പ്രീവിയസ് ഇയറിലൊക്കെ നടന്നതുപോലെ നമുക്ക് ഈ പറയുന്ന പോലെ അസിസ്റ്റന്റ് പ്രോഗ്രാമർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിലൊക്കെ ചിലപ്പോൾ 2 വേക്കൻസീസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഒറ്റ നോട്ടിഫിക്കേഷനിൽ തന്നെ 2 പോസ്റ്റ് 2 വേക്കൻസീസ് ഒക്കെ ആയിരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പക്ഷേ അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്ന 40ഓളം അഡ്വൈസ് മെമ്മോ പോയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെ അങ്ങ് വിട്ട് കളയരുത്. 2 പോസ്റ്റ് ഉള്ളൂ 2 വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിട്ട് കളയരുത്. എല്ലാവരും ആപ്ലിക്കേഷൻസ് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഈ ആദ്യത്തെ 3 പോസ്റ്റ് കണ്ടായിരുന്നു, 442/2025, 460/2025, 268/2025. ഈ പറഞ്ഞ 3 പോസ്റ്റും നമുക്ക് കഴിഞ്ഞ ഡിസംബർ 2025 വന്ന നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് ഡേറ്റും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതാണ്. ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ലൈവായിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ബാക്കി 2 പോസ്റ്റ് നമുക്ക് എന്താണ് ലൈവായിട്ടുള്ള പോസ്റ്റാണ്. ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇനിയും കൊടുക്കാൻ പറ്റുന്നതാണ്, അവസരമുള്ളതാണ്.
അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ ഈ 5 പോസ്റ്റിലെയും ഡേറ്റ്, എക്സാം സ്ലോട്ട് വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഡേറ്റ് അല്ല, എക്സാം സ്ലോട്ട് വരുന്നത് ഒരേ ടൈം തന്നെയായിരിക്കും, മെയ് ജൂലൈ 2026 തന്നെ ആയിരിക്കും. ഈ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന ഏകദേശം വരുന്ന ആ ഒരു ടൈമിംഗ് ഇത് ഒരുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രോഗ്രാമറിൻ്റെ പോസ്റ്റ് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിലൊരു വറീഡ് ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇനിയും വേറെയും പോസ്റ്റുകൾ വരും. ഇപ്പോൾ കറൻലി വന്നിരിക്കുന്നതിൽ അസിസ്റ്റന്റ് പ്രോഗ്രാമർ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ MSc കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ. അതല്ല BTech CSE IT അല്ലെങ്കിൽ MCA കഴിഞ്ഞവർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 പോസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വരുന്നത് നമുക്കിപ്പോൾ ഇപ്പം ഈ ടീച്ചിങ് ഫീൽഡിലോട്ടൊക്കെ കുറച്ചുകൂടി താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു പോസ്റ്റിലേക്ക് ഉള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 884/2025 അതിൻ്റെ പോസ്റ്റിൻ്റെ പേര് വരുന്ന ട്രേഡ്സ്മാൻ ആണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസിലാണ് നിങ്ങൾക്ക് ടീച്ചിങ് പോസ്റ്റിലോട്ട് വന്നിരിക്കുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതും. അതുപോലെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നമുക്ക് SLC അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ KGCSE അല്ലെങ്കിൽ VHC ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് അല്ലെങ്കിൽ THSLC ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് സുഖമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റും. അതുപോലെ നല്ല രീതിയിൽ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതല്ല, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അതല്ല ഞാൻ പറഞ്ഞപ്പോൾ അതിൽ അവസരങ്ങൾ ഇനിയും നമുക്ക് വരും. എന്നിരുന്നാൽ പോലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ എക്സാമിന് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കിട്ടുകയും ചെയ്യും. ഇപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ എക്സാം ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ നവംബർ ആയിരിക്കും വരുന്നത്. മറ്റേ എക്സാമിൽ നിന്നും കുറച്ചുകൂടി ടൈം നിങ്ങൾക്ക് കിട്ടും. സെപ്റ്റംബർ നവംബറിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എക്സാം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ അതും ഒരു പബ്ലിക് സെക്ടറിൽ PSC എക്സാം നന്നായിട്ട് പഠിച്ചെഴുതി പബ്ലിക് സെക്ടറിൽ തന്നെ നിങ്ങൾക്ക് അതുപോലെ ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ കിട്ടണം എന്ന് ഒരു തീർച്ചയായിട്ടും ഉള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, ആ ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ നമുക്ക് കോഴ്സസും അതുപോലെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും. നമുക്ക് അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ നമുക്ക് യൂട്യൂബ് ചാനൽസ് വരുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് ഓൾറെഡി ഉണ്ടാകും. അത് ഉള്ളത് തന്നെയാണ്, റെക്കോർഡഡ് വീഡിയോസ് നമുക്കുള്ളതാണ്. അത് ആ റെക്കോർഡഡ് സെക്ഷൻസ് നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ഉള്ളതാക്കുന്നെന്നുള്ളത്. അതുപോലെ ഇപ്പം ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കുള്ള കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അതിന് താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ കോഴ്സസിൽ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കമൻറ്റിൽ നമ്മൾ ഇതിൻ്റെ ഗൂഗിൾ ഷീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾ ഇപ്പം കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. പിന്നെ വരുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ 6 പോസ്റ്റും നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊടുത്തവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴേ നമുക്ക് ടൈമുണ്ട്, സമയം ഇനിയും ഉണ്ട്. കാരണം മെയിലേ വരുന്നുള്ളൂ എക്സാം. തീർച്ചയായിട്ടും നമുക്കൊരു 4 മാസം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും നമുക്ക് എക്സാമിന് പഠിക്കാനായിട്ട്. ഇപ്പം ഇതേ മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ടും പറ്റും, ടൈമും ഉള്ളതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് ഈ ഒരു 2026 എൻഡ് അല്ലെങ്കിൽ 2027 സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ BTech CSIT കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അവസരങ്ങൾ വരുന്നുണ്ട്. നമ്മളതിൻ്റെ വീഡിയോസ് നമുക്ക് ഇനിയും നമ്മളത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇനി പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ പോളിടെക്നിക്കൽ കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആ ഒരു പോസ്റ്റിലേക്കൊക്കെ നമുക്ക് ഇനി ആപ്ലിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും BTech CSIT കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ വരുന്നത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എക്സാം സ്ലോട്ടൊക്കെ നമുക്ക് ഇവിടെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ സെപ്റ്റംബർ നവംബറിലും അതുപോലെ മെയ് ജൂലൈയിലൊക്കെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ എക്സാംസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ പറഞ്ഞ പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. പിന്നെ വരുന്നത് നമുക്ക് ഇനി വരാൻ സാധ്യതയുള്ള ഒരു എക്സാം എന്താണ്, PSCയിൽ വരാൻ സാധ്യതയുള്ള ഒരു എക്സാം എന്ന് പറയുന്നത്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ലീഗലി മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മുടെ BTech CSIT വിളിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് എല്ലാവരും അതിനെക്കുറിച്ച്, കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ കാൻഡിഡേറ്റ്സിനും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മളത് പബ്ലിഷ് ചെയ്യും.
അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അതെന്തായാലും പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസ് നിങ്ങൾ കണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കാൻഡിഡേറ്റ്സും ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ബിടെക് CS ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണം. കാരണം അതിൻ്റെ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. കുറച്ചുകൂടി നല്ലതായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം പോലെ തന്നെ കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുകയും ചെയ്യും. കാരണം അതിൻ്റെ നമ്മുടെ ബിടെക് പഠിക്കുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഏറ്റവും ബേസിക് സബ്ജക്ട്സ് ആയിരിക്കും നമ്മളതിൽ പഠിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ഈ ഫിസിക്സ് മാത്സ് പോലുള്ള സബ്ജക്ട്സും അതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബിടെക്കിൽ പഠിച്ചതുമാണ്, ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ലീഗലി ഉള്ള മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ തന്നെയായിരിക്കും എക്സാമിന് നമുക്ക് ചോദിക്കുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കോഴ്സസിനൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ആപ്ലിക്കേഷൻസ് ഇപ്പം ഈ പറയുന്ന എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോഴ്സൊക്കെ ഫോളോ ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ അത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ കമൻറ്റിൽ നമ്മുടെ ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ആ പറയുന്ന ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷൻസ് കൊടുത്ത് നമ്മുടെ കോഴ്സസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് എന്നുള്ളത്. കാരണം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാ പ്രീവിയസ് ഇയറിലുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ എല്ലാ സെക്ഷൻസും കവർ ചെയ്യുന്ന രീതിക്ക്, സിലബസിലെ എല്ലാ സെക്ഷൻസും കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ നിങ്ങൾക്ക് ആ പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പറയുന്നത് നമുക്ക് ലൈവ് ക്ലാസ്സസും ഇതുകൂടൊപ്പം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഈ പറയുന്ന PSCയുടെ തന്നെ എല്ലാ ഈ പറയുന്ന എക്സാമിൻ്റെയൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ്സസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഗൂഗിൾ ഷീറ്റ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നത് നമുക്ക് ഇപ്പം നമ്മുടെ ഈ പറയുന്ന ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഒരുപാട് അവർക്ക് ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ വന്ന വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേ എക്സാം ഒക്കെ കഴിഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ട്രേഡ്മാൻസിൻ്റെ കമ്പ്യൂട്ടിങ്ങിലോട്ട് ആ ഒരു പോസ്റ്റിലോട്ട് നമുക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലെ പോസ്റ്റിലോട്ട് നിങ്ങൾ മുന്നേ ആപ്ലിക്കേഷൻസ് കൊടുത്ത വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ, അതുപോലെ ലെക്ചർ ഇൻ IT, അതുപോലെ അസിസ്റ്റൻറ്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ പ്രോഗ്രാമർ, ഇതുപോലുള്ള പോസ്റ്റുകളിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ PSCക്കൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി നിങ്ങൾ നമ്മുടെ പബ്ലിക് സെക്ടറിലാണ് എയിം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഇനി ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽസിലൊക്കെ എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.